കൂട്ടുകാരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എങ്ങനെയാണ് ഒരു കപ്പ ബിരിയാണി, ബീഫിട്ട് കപ്പ ബിരിയാണി എങ്ങനെ റെഡിയാക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അതിനായി ഞാനിവിടെ ചെറുതായിട്ട് മുറിച്ചെടുത്ത 1 കിലോ കപ്പയാണ് കേട്ടോ. കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് അല്പം ഉപ്പും വെള്ളവും ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതൊന്ന് വേകുമ്പോഴത്തേക്ക് ബീഫിനായിട്ട് 2 വലിയുള്ളി, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ബീഫ് ഇതുപോലെ നല്ല വൃത്തിയായി കഴുകിയെടുക്കുക. ശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഞാൻ അല്പം പെരുംജീരകമാണ് ഇടുന്നത്. പെരുംജീരകവും ഇട്ടതിന് ശേഷം അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ ചെറിയുള്ളിയും സവാളയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. ബീഫ് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുന്ന ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒരു 6 വിസിലിന് നമുക്കിത് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ല ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ കപ്പ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാധാരണ വെള്ളവും ഉപ്പും ഒഴിച്ച് വേവിച്ച് വെച്ചേക്കുന്ന കപ്പയാണ്. അത് നേരത്തെ വേവിച്ച് വെക്കുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. അപ്പോൾ കപ്പയ്ക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കറിവേപ്പില, പച്ചമുളക്, വെളുത്തുള്ളി, തേങ്ങ, മഞ്ഞൾ, ഉപ്പ്, കുറച്ച് ഉപ്പ് മതിയാവും. കപ്പയ്ക്ക് നമ്മൾ ഉപ്പിട്ട് വേവിക്കുന്നത് കൊണ്ട് കുറച്ച് ഉപ്പും ചേർത്ത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ ഇതൊന്ന് റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് ഉള്ളിയിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. അതിനായി ഞാനിവിടെ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വഴറ്റിയതിന് ശേഷം ബീഫ് വേവിക്കാൻ ഉപയോഗിച്ച അതേ വെള്ളം തന്നെയാണ് ഞാൻ ഇതിലേക്ക് മസാലയിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതാകുമ്പോൾ ഒന്നും കൂടി കുറച്ചുകൂടി ബീഫിൻ്റെ ഫ്ലേവർ ഉണ്ടാവും. ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഉപ്പ് നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്ക് വെന്ത് വെച്ച ബീഫ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതേ വെള്ളത്തിൽ തന്നെയാണ് ബീഫിനെ ഒന്നും കൂടി വേവിച്ചെടുക്കുന്നത്. ഈ മസാലയായിട്ട് വേറെ വേവിച്ചത് കൊണ്ട് നമുക്ക് മസാലയൊക്കെ ബീഫിൽ പിടിക്കണമല്ലോ. അതുകൊണ്ട് അതേ സെയിം വെള്ളത്തിൽ തന്നെയാണ് ഞാൻ ബീഫ് വേവിക്കുന്നത്. അപ്പം നമ്മുടെ ബീഫ് അവിടെ ഒന്ന് സെറ്റ് ആകുമ്പോഴത്തേക്ക് നമുക്ക് കപ്പയ്ക്കുള്ള കൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനായി ഞാൻ ഒരു ചട്ടിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. ചട്ടിയിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ വേവിച്ച് വെച്ച കപ്പയാണ്. അതിലേക്ക് ഞാൻ അരച്ച് വെച്ച തേങ്ങേൻ്റെ അരവ് നടുവിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ആവി കൊള്ളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തേങ്ങേൻ്റെ പച്ച ആ ഒരു മണവും കാര്യങ്ങളും ഒക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ കപ്പ ഇവിടെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറേശ്ശെയായിട്ട് ബീഫിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാനിവിടെ ബീഫിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുന്നുണ്ട്. കപ്പയും ബീഫും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക.
ആ ഒരു മിക്സിങ്ങിലാണ് അതിൻ്റെ ഒരു കാര്യം. അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കപ്പ ബിരിയാണി റെഡിയായി. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, അഭിപ്രായം പറയുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.